നമ്മുടെയൊക്കെ വീടുകളിലെ പണ്ടൊക്കെ നമ്മുടെ കാർന്നോന്മാർ, നമ്മുടെ ഉപ്പ ഉമ്മ വല്ലുപ്പ വല്ലുമ്മയൊക്കെ നമ്മുടെ മക്കളെ, അതായത് നമ്മളെയൊക്കെ ഉറക്കാൻ വേണ്ടി തൊട്ടിലിൽ ആട്ടുന്ന സമയത്ത് പാടുന്ന ഹസ്ബി റബ്ബി ജല്ലല്ല. ഇന്ന് ആരണ്ടത് പാടുന്നത്? ഉണ്ടാകാട്ടോ, ഉണ്ടാവാം, പക്ഷേ വളരെയധികം വിരളമായി പോയി. അതൊരു ഉറക്കാൻ വേണ്ടി, കുട്ടികളെ ഉറക്കാൻ വേണ്ടി പറയുന്ന ഒരു ദിക്റല്ല, മറിച്ച് അതൊരു അതിൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ പറയും. എന്താ അതിൻ്റെ അർത്ഥം? ഹസ്ബി റബ്ബി ജല്ലല്ലാ, അല്ലേ? അല്ലാഹുവേ എനിക്ക് നീ മതി. ഹസ്ബി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്. മാഫി ഖൽബി ഗൈറുല്ലാ, അല്ലാഹുവേ നീ അല്ലാതെ ഒരാളും എൻ്റെ ഹൃദയത്തിലില്ല. നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ്, പ്രകാശമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ ആരാധനക്കർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല. അതൊരു ഒരു വിശ്വാസിയുടെ ഖൽബിൽ നിന്നും വരേണ്ട ഒരു ദിക്റാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എല്ലാ ദിക്റിൻ്റെ മജ്‌ലിസിലും നമുക്കത് പറയണം, എല്ലാ മജ്‌ലിസിലും പറയണം. കാരണം ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന, അതിപ്പോൾ അന്യം നിന്ന് പോയി, അതിപ്പോൾ ആരും പറയാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയണം. അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നമുക്ക് കിട്ടണം. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഉറക്കെ പറഞ്ഞോ. ഇത് കുട്ടികളെ ഉറക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് എപ്പോഴും ഏത് സമയത്തും, നിസ്കാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉമ്മമാർക്ക് ഏത് സമയത്തും പറയാൻ പറ്റിയ പുണ്യമായ ഒരു ദിക്റാണ്, പുണ്യമായ ഒരു വചനമാണ്. പറഞ്ഞോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ